ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പണക്കാരൊക്കെ എന്തിനാ കോടികൾ മുടക്കി ലക്ഷറി കാസ് മേടിക്കുന്നതെന്ന്? അത് അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ആക്ച്വലി നമുക്ക് ഈ ലക്ഷറി കാർ മേടിക്കുന്നതിലൂടെ ഏകദേശം 50 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി നിങ്ങളുടെ ഫീഡ് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇതുപോലെ ലക്ഷറി കാസ് മേടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ രജിസ്റ്റർ ചെയ്യുക, പകരം നിങ്ങളുടെ ബിസിനസ് ഓർ കമ്പനി നെയിമിൽ രജിസ്റ്റർ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രതിവർഷം ഏകദേശം 15% നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ വണ്ടി ഏകദേശം 1 കോടി രൂപ വിലയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ ഡിപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, പെട്രോൾ, ഡീസൽ, ഡ്രൈവർ സാലറി, EMI, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, പാർക്കിങ്ങിന്റെ ചാർജസ്, ടോൾ ഫീസസ്, അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ബെനിഫിറ്റ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 1 കോടി രൂപ വിലയുള്ള കാറിന് ഒരു 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി 90 ലക്ഷം രൂപയ്ക്ക് ഒരു 8% 9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു വെഹിക്കിൾ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ ഒരു മാസത്തേക്ക് ഡ്രൈവറിന് 2 ലക്ഷം രൂപ സാലറി ആയിട്ട്, ഫ്യൂവലിന് ഒരു 2 ലക്ഷം രൂപയും, വണ്ടിയുടെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് ഒരു 5 ലക്ഷം രൂപയും, അതുപോലെ ഇൻഷുറൻസിന് ഒരു 70,000 to 1 ലക്ഷം രൂപയും, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 11 ലക്ഷം രൂപയോളം ടാക്സിൽ സേവ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപ ഏൺ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കാറിന്റെ എക്സ്പെൻസ് ആയ 11 ലക്ഷം രൂപ എനിക്ക് ടാക്സിൽ കുറഞ്ഞു കിട്ടും. അതിനുശേഷമുള്ള എമൗണ്ടിന് മാത്രം ഞാൻ ടാക്സ് അടച്ചാൽ മതി. സോ ഇതുകൊണ്ടാണ് പണക്കാരൊക്കെ കയ്യിൽ ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും കാർ EMI വാങ്ങുന്നത്. സോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം 90 ലക്ഷം രൂപ കാറിന് ലോൺ എടുത്തപ്പോൾ ഒരു വർഷം വന്നത് 8 ലക്ഷം രൂപയുടെ പലിശ. എന്നാൽ ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത് 11 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ്. സോ ഇതുകൊണ്ടാണ് പണക്കാരൊക്കെ ഹാപ്പി ആയിട്ട് EMI കാർ വാങ്ങുന്നത്. അങ്ങനെ ഒരു കാറിന്റെ EMI തീരുമ്പോൾ അവർ അടുത്ത കാർ EMI വാങ്ങിക്കും. അങ്ങനെ ടാക്സിന്റെ ബെനിഫിറ്റ് മാക്സിമം യൂസ് ആക്കും. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രീമിയം കാർ വാങ്ങുമ്പോൾ 40 ലക്ഷം to 50 ലക്ഷം രൂപ വരെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ടെക്നോളജി ലൈക്ക് കൊടുത്തിട്ട് പ്രീമിയം കാർ വാങ്ങാതിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു.